ലഷ്കർ ഇ തോയ്ബയുടെ കാശ്മീർ യൂണിറ്റ് ചീഫ് കേരളത്തിൽ പഠിച്ചയാൾ. ഷെയ്ഖ് സജാദ് ഗുൽ എന്ന ആളാണ് TRF എന്ന് പറഞ്ഞ ലഷ്കർ ഇ തോയ്ബയുടെ കാശ്മീർ വിങ്ങിന്റെ ചീഫ്. ലഷ്കർ ഇ തോയ്ബയും അല്ലെ പാകിസ്ഥാനിലുള്ള വാർത്തകൾ വരുന്നത് നമ്മൾ കേട്ടു, നമ്മൾ കണ്ടു ചിലത്. കാരണം അത് കാശ്മീരിലുള്ള ലഷ്കർ ഇ തോയ്ബക്കാരെ അവർ തന്നെയാണ് ആക്രമണം നടത്തിയത്, ഞങ്ങൾക്ക് അതിനകത്ത് പങ്കില്ല, അത് TRF ആണ് എന്നാണ് ലഷ്കർ ഇ തോയ്ബയുടെ പ്രസ്താവന വന്നത്. TRF എന്ന് പറയുന്നത് കാശ്മീരിൽ മാത്രം ഓപ്പറേറ്റ് ചെയ്യുന്ന ലഷ്കർ ഇ തോയ്ബയുടെ ലോക്കൽ ആൾക്കാരുകൾ സംഘടിപ്പിക്കുന്ന ഒരു യൂണിറ്റാണ്. ആ യൂണിറ്റിന്റെ ചീഫ് കേരളത്തിൽ പഠിച്ച ആളാണെന്നാണ് പറയുന്നത്. സജാദ് ഗുൽ എന്ന് പറഞ്ഞ ആള് കാശ്മീരിയാണ്. അയാള് MBA കാരനാണ്. അതിനുശേഷം ലാബറട്ടറി ടെക്നീഷ്യൻ പഠിക്കാൻ കേരളത്തിൽ വന്നു. കേരളത്തിൽ ലാബറട്ടറി ടെക്നീഷ്യൻ പഠിച്ചിട്ട് ഇയാള് കാശ്മീരിൽ പോയി അവിടെ ലാബറട്ടറി ടെക്നീഷ്യൻ്റെ ഒരു സ്റ്റാള്, ഒരു ഓഫീസ് തുടങ്ങി. പിന്നീട് അയാളെ കാണുന്നത് 2003 ഓഗസ്റ്റ് 2 ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഇയാളുടെ കയ്യിൽ നിന്ന് RDX പിടിച്ചു. RDX നമുക്കറിയാം, അത് ടെററിസ്റ്റ് ആക്ടിവിറ്റികൾ നടത്തുന്നവരുടെ കയ്യിലാണുള്ളത്. RDX 5 കിലോ RDX ഇയാളുടെ കയ്യിൽ നിന്ന് പിടിച്ചു. ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെല്ലാണ് ഇയാളെ പിടിച്ചത്. അതോടെ ഇയാൾ അറസ്റ്റായി. ഇയാൾ ഭീകര സംഘടനയുടെ ആളാണെന്ന് മനസ്സിലായി. 2003 ഓഗസ്റ്റ് 2 ഇയാളെ പിന്നെ ട്രയൽ നടത്തിയ ശേഷം 10 വർഷത്തിന് ശിക്ഷിച്ചു. ഇയാൾ 2017 ഇയാൾ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങി. അതിനുശേഷം ഇയാൾ ലഷ്കർ ഇ തോയ്ബയായിട്ട് കാശ്മീരിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോയി എന്നാണ് പറയുന്നത്. TRFന്റെ ചുമതല ലഷ്കർ ഇ തോയ്ബ ഇയാളെ ഏൽപ്പിച്ചു. അങ്ങനെയാണ് ഇയാൾ കാശ്മീരിലെത്തി. പേഹൽഗാമിലെ അവിടുത്തെ ലോക്കൽ ആൾക്കാരുടെ സഹായത്തോടു കൂടിയാണ് 26 പേരെ വെടിവെച്ച് കൊന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി. അതിൻ്റെ ചീഫ് ഷെയ്ഖ് സജാദ് ഗുൽ എന്ന ആളാണെന്നാണ് ഇപ്പം മനസ്സിലാകുന്നത്. ഇയാൾക്ക് 10 ലക്ഷം രൂപ ഇയാളെ പിടിച്ചു കൊടുക്കുന്നവർക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനാം. 2022 ഇയാളെ ഒരു ഭീകരനായിട്ട് NIA പ്രഖ്യാപിക്കുകയും ചെയ്തു. ഷെയ്ഖ് സജാദ് ഗുൽ കേരളത്തിലെ എവിടാണ് പഠിച്ചതെന്ന് ഇപ്പം വ്യക്തമല്ല. അയാൾ ലാബറട്ടറി ടെക്നീഷ്യൻ കോഴ്സ് കേരളത്തിൽ വന്ന് പഠിച്ചു. കാശ്മീരി എന്ന നിലവാരത്തിലാണ്. പിന്നീടാണ് അയാളുടെ സ്വഭാവം മാറുന്നത്. അയാൾ ഭീകര സംഘടനയൊക്കെ ആയിട്ട് ചേർന്നു. അയാൾ ലഷ്കർ ഇ തോയ്ബയുടെ ഒരു ആക്റ്റീവ് വർക്കറായി. കാശ്മീരിൽ നിന്ന് അയാൾ ഇന്ത്യയിൽ നിന്ന് തടവിൽ നിന്ന് മോചിപ്പിച്ച ശേഷം അയാൾ പാകിസ്ഥാനിലേക്ക് പോവുകയും ചെയ്തു. ഷെയ്ഖ് സജാദിന്റെ ഈ വാർത്ത നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്. കാശ്മീരിയാണ്, കേരളത്തിലാണ് പഠിച്ചത്. ഇവിടെ ആരൊക്കെയാണ് അയാൾക്ക് സുഹൃത്തുക്കള്, കൂട്ട് എന്ന് നമുക്കിനി കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഇതേ സമയത്ത് മറ്റൊരു വാർത്ത കൂടെ വരുന്നുണ്ട്. പേഹൽഗാമില് അവിടെ ഒരു മലയാളി, അത് പാലക്കാട്ടുകാരൻ, അയാളവിടെ മരിച്ചു കിടക്കുന്നതായിട്ട് കാണുന്നു. പേഹൽഗാമിലെ വനത്തിലാണ് ഇയാളുടെ ഡെഡ് ബോഡി കണ്ടത്. ഇയാൾ പാലക്കാട്ടുകാരനാണ്. അതാണ് ഈ ഒരു കേസിനെ സംബന്ധിച്ചുള്ള പ്രത്യേകത. മണ്ണാർക്കാട് കാഞ്ഞിരപ്പുഴക്കാരൻ പുൽവാമയ്ക്ക് സമീപം ഇയാളുടെ ഡെഡ് ബോഡി കണ്ടു. 2 ആഴ്ചത്തോളം പഴക്കമുണ്ട് ഡെഡ് ബോഡിക്ക്. ഇയാളുടെ തിരിച്ചറിയൽ കാർഡ് അവിടെ നിന്ന് ലഭിച്ചു. അങ്ങനെയാണ് ഇയാൾ പാലക്കാട്ടുകാരനാണെന്ന് അറിഞ്ഞത്. ഇയാൾ പാലക്കാട് നിന്ന് 2025 ഏപ്രിൽ 13 ബാംഗ്ലൂർ പോയി. ബാംഗ്ലൂർ ഇയാളുടെ സഹോദരിയുണ്ട്, അവർ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. അവിടെ കൂടെ ഇവൻ പോകും, എന്നിട്ട് മടങ്ങി വരും. ഏപ്രിൽ 13 ഇയാൾ ബാംഗ്ലൂർ പോവാന്ന് അമ്മ അസീനയുടെ അടുത്ത് പറഞ്ഞു. അങ്ങനെ ഇയാൾ ബാംഗ്ലൂർക്ക് പോയി എന്ന് അമ്മ കരുതുന്നു. 17 ഇയാളെ വിളിച്ചു അമ്മ. വിളിച്ചപ്പോൾ പറഞ്ഞു, ഇനി എന്നെ വിളിക്കണ്ട, ഇനി ഞാൻ ഫോണിൽ എന്നെ ലഭിക്കില്ല എന്നാണ് ഉമ്മയുടെ അടുത്ത് പറഞ്ഞത്. ബാംഗ്ലൂർ സഹോദരി അവിടെ പോയോ ഇല്ലയോ നമുക്കറിയത്തില്ല. അവരവിടുത്തെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റാണ്. ഇടയ്ക്കൊക്കെ ഇവൻ ചെല്ലുമെന്ന് മാത്രം പറയുന്നുണ്ട്. അമ്മ കരുതിയത് ഇവൻ ബാംഗ്ലൂർ സഹോദരി അടുത്തുണ്ടാകും. ഇടയ്ക്ക് നേരത്തെ ഒരിക്കലും 10-21 ദിവസം ഇയാള് കാണാതെ പോയിട്ടുണ്ട്. അത് എവിടെയാ പോയെന്ന് അറിയത്തില്ല. ഇപ്പൊ ഉമ്മ പറയുന്നത്
ഇയാൾക്ക് മാനസിക അസ്വാസ്ഥ്യമുള്ള ഒരു വ്യക്തിയാണ്, അതൊരു ഡിഫൻസ് ആണോ എന്ന് സംശയമുണ്ട്. ഇയാള് മണ്ണാർക്കാട് കാഞ്ഞിരപ്പുഴ വർമ്മങ്കോട് കുറുവാൻ തൊടിയിലെ അബ്ദുൾ സമദിന്റെ മകനാണ് ഷാനിബ എന്ന 27കാരൻ. ഇയാളുടെ ഡെഡ് ബോഡിയാണ് നമുക്ക് പഹൽഗാമിലെ വനത്തിനകത്ത് നിന്ന് ലഭിച്ചത്. മൃഗങ്ങൾ കുറെ അധികം ഭക്ഷിച്ചിട്ടുണ്ട്. അയാളെ മൃഗങ്ങൾ ആക്രമിച്ചു കൊന്നതാണോ അതോ ഇന്ത്യയുടെ സൈനികരുടെ വെടിയേറ്റ് വീണതാണോ, അല്ലെങ്കിൽ ഇയാൾ അവിടെ എന്തിനു പോയി എന്ന് വളരെ അധികം ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. എന്താണ് ഇയാൾ അവിടെ പോകാൻ കാരണം? ഇയാൾ ഈ വർമ്മങ്കോടുള്ള കാഞ്ഞിരപ്പുഴയുള്ള ആള് അയാൾ എങ്ങനെ കാശ്മീരിൽ പോയി? പ്രത്യേകിച്ച് ഇപ്പം നമുക്ക് 22-ാം തീയതിയാണ് നമ്മുടെ നിരപരാധികളായ 26 പേരെ വെടിവെച്ച് കൊന്ന സംഭവം. അത് ഏപ്രിൽ 22-നാണ്. ഇയാൾ ഏപ്രിൽ 13-ന് ഇവിടുന്ന് നീങ്ങിയിരിക്കുന്നു. പിന്നീട് ഇയാള് ആ ഉമ്മ വിളിക്കുമ്പം ഏപ്രിൽ 17 ആ സമയത്ത് ലൊക്കേഷൻ എവിടാന്ന് അറിയില്ല. ഏതായാലും NIA അന്വേഷിക്കുന്ന കേസായതുകൊണ്ട് കേരള പോലീസ് അത് അന്വേഷിക്കാനുള്ള സാധ്യതയും വളരെ കുറവാണ്. പക്ഷെ ഇയാളെ പറ്റി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇവിടെ പല ആൾക്കാരും കാശ്മീരിൽ നിന്നും ഒക്കെ വന്ന് വിദ്യാർത്ഥികളായിട്ട് ഇവിടെ പഠിച്ചു പോകുന്നുണ്ട്. ഇയാൾ എന്തുകൊണ്ടാണ് ഈ മണ്ണാർക്കാടിലുള്ള കാഞ്ഞിരപ്പുഴയുള്ള ഈ വ്യക്തി, 27 വയസ്സുള്ള ഈ വ്യക്തി കാശ്മീരിൽ ഇപ്പോൾ ഇഷ്യൂ ഉണ്ടായ സ്ഥലത്ത് ഇയാൾ ചെന്നുപെട്ടത്? അയാൾ ഇതുവരെ അവിടെ പോയിട്ടില്ല. അതേ സമയത്ത് ബാംഗ്ലൂർ സഹോദരിയുടെ അടുത്ത് പോയോ ഇല്ലയോ എന്നറിയത്തില്ല. ഏപ്രിൽ 13-ന് ബാംഗ്ലൂർ പോയെന്ന് ഉമ്മ പറയുന്നുണ്ട്. സഹോദരിയുടെ അടുത്ത് ചെന്നിട്ടുണ്ടോ ഇല്ലയോ എന്നറിയില്ല. പക്ഷേ 22-ാം തീയതി 9 ദിവസത്തിന് ശേഷമാണ് നമുക്ക് കാശ്മീരിലെ ബഹൽഗാമിലെ ഈ വെടിവെപ്പ് ഉണ്ടായത്. അതുകൊണ്ട് ഇയാളെ സഹോദരിയെ ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു, ഉമ്മയെ ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു. ഇയാളുടെ മൊബൈൽ എവിടെ പോയി നമുക്കറിയില്ല. അവിടെ ഇയാളുടെ തിരിച്ചറിയൽ കാർഡിൽ നിന്നാണ് മലയാളിയാണെന്നുള്ള വിവരം മനസ്സിലായത്. പക്ഷേ വനത്തിലായതുകൊണ്ട് ഇയാളുടെ ശരീരത്തിലെ കുറെ ഫ്ലഷൊക്കെ മൃഗങ്ങൾ അവിടെ കടിച്ചു തിന്നിട്ടുണ്ട്. ഇനി അങ്ങനെ ഉണ്ടായ ഒരു അപകടമാണോ എന്ന് അറിയത്തില്ല. പക്ഷെ ഇവിടെ എന്തിനാണ് ഇയാൾ ആ സമയത്ത് അവിടെ പോയത്? നമുക്ക് ഇവിടെ പഠിച്ച ഒരാൾ അറിയാമല്ലോ, TRFന്റെ ചീഫായിട്ട് വന്നു ലഷ്കർ-ഇ-തോയ്ബയുടെ വലിയൊരു പ്രവർത്തനമായിട്ട് മാറിയതും അറിയാം. അപ്പം ഇവിടെ വന്ന ശേഷം ആ ഷെയ്ഖ് സജാദ് ഗുൽ ആരുടെ കൂടെയൊക്കെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്, എവിടെയൊക്കെ പോയി കേരളത്തിലെ, അതൊക്കെ ഇനി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. NIA അന്വേഷിക്കുന്നതാണെങ്കിലും കേരള പോലീസ് ഇന്റലിജൻസ് ഇതേപ്പറ്റി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. കാഞ്ഞിരപ്പുഴയിലെ ഈ പെയ്യനെ പറ്റിയും തീർച്ചയായിട്ടും ഷാനിബയെ പറ്റിയും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അയാളുടെ പ്രവർത്തന മേഖലകൾ, അയാൾ എവിടെയൊക്കെ പഠിച്ചു, അയാൾക്കും ഇപ്പോഴത്തെ കാശ്മീരിലെ TRFന്റെ ചീഫുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ, ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അത് കേരള പോലീസ് തീർച്ചയായിട്ടും ഇന്റലിജൻസ് അത് അന്വേഷിക്കേണ്ട ബാധ്യതയുണ്ട്. NIA അന്വേഷിക്കുന്നെങ്കിൽ അവരുടെ രീതിയിൽ അന്വേഷിച്ചോട്ടെ. കേരളത്തിൽ ഉണ്ടായിരുന്ന ഒരാളാണ് ആ കാശ്മീരെ പഹൽഗാമിലെ ആ ഓപ്പറേഷന്റെ ചീഫ് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കണം. അയാൾ ഇവിടെ പഠിച്ച സമയത്ത് എവിടെ പഠിച്ചു, ഇയാളുടെ സുഹൃത്ത് ആരാണ്, ഏത് ലോഡ്ജിൽ താമസിച്ചു, എത്ര നാൾ ഇവിടെ ഉണ്ട്, അയാൾക്ക് ഇവിടെ പഠിക്കാനുള്ള ഫീസ് എവിടെ നിന്ന് വന്നു, ആര് കൊടുത്തു, കേരളത്തിലെ ആരൊക്കെയായിട്ട് ഇയാൾക്ക് ബന്ധമുണ്ട്, ഇപ്പോൾ ഈ കാണാതെ പോയ അല്ലെങ്കിൽ ഇപ്പം പഹൽഗാമിൽ കണ്ടെത്തിയ ആ പാലക്കാട്ടുകാരനുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ട്, ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ ഇയാൾ വിളിച്ചിട്ടാണോ പോയെന്ന് നമുക്ക് പറയാനൊക്കില്ല. അതുകൊണ്ടാണ് ഞാൻ അത് അന്വേഷിക്കുന്നത്. രണ്ടും കൂടെ ചേർത്ത് അന്വേഷിക്കേണ്ട ഒരു ആവശ്യം ഉണ്ട്. പാലക്കാട്ടുകാരൻ ഇപ്പം പഹൽഗാമിൽ ചെന്നിരിക്കുന്നു. അവിടുത്തെ ആ ഓപ്പറേഷൻ ചീഫ് ഇവിടെ പഠിച്ച കാശ്മീരുകാരനാണ്. അത് തമ്മിൽ പൊരുത്തപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം 22-ാം തീയതിയാണ് അക്രമമെങ്കിലും ഇയാൾ ഏപ്രിൽ 13 9 ദിവസം മുമ്പ് ഇവിടുന്ന് പോയിരിക്കുന്നു. എന്തായാലും അത് ഇന്റലിജൻസ് കൃത്യമായിട്ട് അന്വേഷിക്കും എന്നാണ് ഞാൻ കരുതുന്നത്.